എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ അവിടെ അഭി ജലജയ്ക്കരികിലേക്ക് വരികയാണ്. എടാ നീ എത്ര നാളായടാ, കുറച്ച് കാശ് കിട്ടിയിട്ട് വേണം ഒരു സാരി മേടിക്കാനായിട്ട്, ഒരു സാരി പോലും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ പരാതി പറയുക. അപ്പം അമ്മയെ സാരി മേടിക്കാനുള്ള കാശൊക്കെ ആകുന്നുണ്ട്, അപ്പം നീ എല്ലാം സെറ്റാക്കിയോ? ആ പെണ്ണിനെ റെഡിയാക്കിയിട്ടുണ്ട്. എടാ പെണ്ണ് കുളവാക്കുവോ? ഇല്ലെന്നേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി മാറി ഇങ്ങനെ നിൽപ്പുണ്ട്. ആ പെണ്ണ് പിന്നെ ഒരു 1/4 ഭാഗം കാശ് കൊടുക്കണം നമുക്ക്, 3/4 ഭാഗം കാശ് നമുക്ക് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അന്തപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അല്ല, ജലജയും അഭി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം, ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്നവരാണിവർ. എടാ നമ്മുടെ സമയം മാറുമ്പോൾ ദൈവം നമുക്ക് മഹാലക്ഷ്മിയായിട്ട് മുന്നിലേക്ക് വരും, നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇപ്പം തന്നെ 10 ലക്ഷമൊന്നും അവൾക്ക് കൊടുക്കണ്ടായിരുന്നു. എൻ്റെ പൊന്നെ അമ്മ, നാളെ അമ്മായി അവിടെ ചെല്ലുമ്പോൾ അവിടെ നാവ് പഴിച്ചു പോയാലോ? 10 ലക്ഷം ഇല്ല, 10 രൂപയില്ല. ഇപ്പം കിട്ടുന്നത് നമുക്ക് നല്ലതല്ലേ? എന്നാലും മേലനങ്ങാതെ അവൾ 10 ലക്ഷം മേടിച്ചെടുക്കുമല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മേലനങ്ങുന്നുണ്ടോ? അതെ, അവളല്ലേ അഭിനയിക്കേണ്ടത്. പിടിക്കപ്പെടാതെ നോക്കിക്കോണം കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്കാം. ഇല്ല അമ്മേ, അമ്മായി ആരോടും ഇത് പറയാത്തിടത്തോളം കാലം പോകുന്നില്ല. പിന്നെ അവൾ കല്യാണം കഴിക്കാത്തൊരു പെണ്ണ, അവൾ ഒരു കല്യാണം നടത്താനുള്ള കാശൊക്കെ ഇതിൽ നിന്ന് സംഘടിപ്പിക്കും, 3/4 ഭാഗം നമ്മൾ മേടിച്ചെടുക്കുകയും ചെയ്യും. ജലജ അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ്, എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. 10 സാരിയും കുറേ ചെരുപ്പും കമ്മലും മാലയും വളയൊക്കെ മേടിക്കണമെന്നായിരിക്കും പുള്ളിക്കാരി പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി കാറിൽ ഇങ്ങനെ പോവാണ്. ആ സമയത്തുണ്ടല്ലോ കുറേ ചെക്കിങ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഭി ഇന്നലെ തല്ലിയ പോലീസുകാരനില്ലേ, ആ പോലീസുകാരനാണ് അതിലെ പോകുന്ന വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ എന്നെ കണ്ട പ്രശ്നമാണല്ലോ എന്ന് വണ്ടി മാറ്റിയിട്ടുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അവൻ അത് തന്നെ വേണം. ദേവയാനി അഭിനയിക്കാൻ തുടങ്ങി പിന്നെ പലരുടെ കള്ളത്തരങ്ങളും പുള്ളിക്കാരി കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നയന പതുക്കെ പതുക്കെ പമ്മി വരികയാണേ. കരള് തന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന വരവാന്നാ തോന്നുന്നത്. നയനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പമ്മി പരിങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട്. എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലാമേ, പിന്നെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? പരമാവധി എനിക്ക് മുഖം തരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും ദേവയാനി പതുക്കെ പുഞ്ചിരിയോട് കൂടിയിട്ട് എന്താ? അല്ല, അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ അമ്മ കണ്ടെത്തി എന്ന് പറയുന്നു കേട്ടു. അതെ, അത് ശരിയാ. ആ നല്ല പെൺകുട്ടി ആരാന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അമ്മ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും എന്ന് നയന പറഞ്ഞപ്പോൾ ഇത്രയും നാളുമാണ് എന്നെ എല്ലാവരും പറ്റിച്ചത്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയേണ്ടവരെ എന്നോട് പറയില്ല. ചിലരൊക്കെ എന്നോട് പറയും, അപ്പം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ സൈലൻ്റ് ആയിട്ട് അന്വേഷിച്ചു. എനിക്ക് ആളെ കണ്ടെത്തി. അമ്മ വെറുതെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഇല്ല, ചാടുന്നില്ല. നീ പറ, ആരാ എന്നെ സഹായിച്ചേ? പറ മോളെ, നീ എന്നെ സഹായിച്ചെന്ന് പറടാ എന്ന് നമ്മുടെ ദേവയാനി മനസ്സിലിങ്ങനെ ഓർക്കുക. നിനക്കറിയാമെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് പറ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. നുണ പറയല്ലേ എന്ന് മനസ്സിലിങ്ങനെ പറയുകയാണ് ദേവയാനി. ആദർശിനും അവൻ്റെ അച്ഛനും അറിയാവോ? അവരാണേലും പറഞ്ഞാൽ മതി. ആരും പറയുന്നില്ല എന്നോട്. അപ്പോഴേക്കും അമ്മ ഒരുപാട് മുതലെടുപ്പ് നടക്കുന്ന കാലം, ബാങ്കിൽ കിടക്കുന്ന പൈസ പോലും സുരക്ഷിതമല്ല. അതുകൊണ്ട് ഇവിടെ പൈസയായിട്ട് എന്താ ബന്ധം? അല്ല അമ്മേ, ആരെങ്കിലും പൈസ തട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, അതിന് നിന്നെപ്പോലൊരു പെണ്ണല്ല എന്നെ സഹായിച്ചത്. അവൾക്ക് കൊടുക്കാൻ 50 ലക്ഷത്തിൻ്റെ ചെക്ക ഞാൻ ആദർശിൻ്റെ കൈ കൊടുത്തു വിട്ടത്. എന്നിട്ട് അവൾ ഇതുവരെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അത്യാഗ്രഹമുള്ള കൂട്ടത്തിലാണെങ്കിൽ അതെപ്പോഴേ മാറിയെടുത്തേനെ. ആ കുട്ടി അതിൻ്റെ ഹസ്ബൻഡും ഈ നാട്ടിലില്ലെന്നല്ലേ ആദർശേട്ടൻ പറഞ്ഞത്? അവർ നാട്ടിലൊക്കെ ഉണ്ട്. ആദർശ് വെറുതെ പറഞ്ഞതാ, എനിക്കറിയാം നല്ലതുപോലെ. അല്ല, നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല അമ്മ. എന്നാ പോകാൻ നോക്ക, എനിക്ക് നിന്നെ ഒരുപാട് നേരം കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ആകെ സങ്കടപ്പെട്ടങ്ങ് പോവാട്ടോ. നിന്നെ ഞാൻ ഈ ലോകത്തിൽ സ്നേഹിക്കുന്നത് പോലെ ആദർശ് പോലും ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നിന്നെ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലാണ് നയന. മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മുത്തശ്ശി, അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. കരൾ ദാനം ചെയ്ത് പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് വല്ലതും പറഞ്ഞോ? ആരോ അമ്മയെ പറ്റിച്ചിട്ടുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന കാലമാണ്. നിത്യേന എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാങ്കിൽ പോലും പൈസ ഇടാൻ പറ്റാത്ത കാലമാണ്.
ഇവിടെയും അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ആരാണിത് പറഞ്ഞതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ടല്ലോ കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ചവർ, അവരെയാ സൂക്ഷിക്കേണ്ടത്. എന്തായാലും യഥാർത്ഥ സംഭവം അമ്മയിൽ നിന്ന് നമ്മൾ മറച്ചു വെച്ചല്ലോ, അതുകൊണ്ട് അമ്മയും സത്യം പറയുന്നില്ലെന്നേ എന്ന് നയന പറഞ്ഞപ്പോൾ ഇടയ്ക്ക് അന്വേഷണമൊക്കെ നിർത്തി വെച്ചായിരുന്നല്ലോ. അത് സൈലൻ്റ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം നടന്നത് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും അവളെ സഹായിച്ച മോളെ അല്ലല്ലോ കണ്ടെത്തിയത്. എന്തായാലും അമ്മ ഇതിൻ്റെ പേരിൽ കുറേ തവണ ഹോസ്പിറ്റലിൽ വിളിക്കുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി. അതുപോലെ ഹോസ്പിറ്റലിലുള്ള പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് കാണുമോ? അങ്ങനെയെങ്കിൽ 50 ലക്ഷം രൂപ അവർ തട്ടിയെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ദേവയാനി അത് കൊടുക്കുകയും ചെയ്യും. 50 ലക്ഷം മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി എന്ത് ചോദിച്ചാലും അവൾ ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് അങ്ങനെ ചതി പറ്റാൻ പാടില്ല മുത്തശ്ശി എന്ന് നയന പറഞ്ഞപ്പോൾ, അങ്ങനെ ചതി പറ്റാതിരിക്കണമെങ്കിൽ ആ പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്തണം. ഇനി മോളാണെന്നങ്ങാണോ തിരിച്ചറിഞ്ഞത്? എന്നാൽ പിന്നെ എന്നോട് പറയില്ലേ? അത് ശരിയാണല്ലോ. എന്തായാലും ഇത് കണ്ടുപിടിക്കാനൊരു മാർഗമുണ്ട്. ഈ പറയുന്ന പെൺകുട്ടിക്ക് ചെക്ക് കൊടുത്തിട്ട് അത് പാസ്സായി പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആൾമാറാട്ടത്തിന് നമുക്ക് കേസ് കൊടുക്കാം, പൈസ നമുക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാം. അങ്ങനെ എൻ്റെ അമ്മയെ മണ്ടിയാക്കിയിട്ട് ആരും ആളാവാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയന ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോവാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി ആ പെൺകുട്ടിയുടെ വീട്ടിലിരിക്കുക കേട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, കൊച്ചൻ ഇനി എൻ്റെ കൊച്ചിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കൊച്ചനെ ഒരുപാട് സ്നേഹിച്ചു എന്നും പറഞ്ഞിട്ട് പറ്റിച്ചതാണ്. അവൾ അന്ന് ഒരുപാട് വിഷമിച്ചതാ. ഓരോരോ ഏടാകൂടത്തിൽ കൊണ്ട് ചാടിക്കരുത്. വേണ്ടെങ്കിൽ വേണ്ട, നല്ലൊരു തുകയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത്. അതെ, മുമ്പ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആയിരുന്നതുകൊണ്ട് അവൾക്കത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു നാടകം കളിക്കാൻ പറഞ്ഞത്. നീ കൂടുതലൊന്നും പറയണ്ട, നീ ചായ കുടിക്കുക എന്നും പറഞ്ഞ് ആ പെൺകുട്ടി വന്നു കേട്ടോ. അതെ, അതിൻ്റെ 4 ഇരട്ടിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അതെ, ഒരിടപാടാകുമ്പോൾ അതിന് കുറച്ച് മാന്യതയൊക്കെ വേണ്ടേ മോനെ എന്നാ പെണ്ണിൻ്റെ അമ്മയും ചോദിക്കുകയാണ്. ഞാനെല്ലാം ഇവളോട് സംസാരിച്ചിട്ടുണ്ട്, ഇവൾ സമ്മതിച്ചതുമാണ്. ഇനി അതിൻ്റെ പേരിലൊരു തർക്കത്തിന് എൻ്റെ കാര്യമില്ല. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കൂടുതൽ പരിക്ക് പറ്റുന്നത് എനിക്കാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകും. അത് തൊഴിലാളികൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ലാഭത്തിൻ്റെ കാര്യവും. നഷ്ടം മുതലാളി സഹിക്കണം. അതുപോലെ തന്നെ ലാഭം വീതിച്ച് നൽകണമെന്ന് പറയുന്നതും ശരിയല്ല. അല്ല, നീ ഇന്ന് ഫോൺ അമ്മായിക്ക് കൈമാറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വിറച്ചു പോയി കേട്ടോ. ആ സമയത്ത് നീ ശരണ്യാന്ന് പറഞ്ഞതാ കുളവായത്. പിന്നെ ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും നീ ഇനി അമ്മായി വരുമ്പോൾ എഴുന്നള്ളിക്കണ്ട. അല്ല, കരൾ ദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് കൊച്ചിൻ്റെ വീട്ടിലെ ചിലർക്കൊക്കെ അറിഞ്ഞൂടെ? അതുപോലെ ആശുപത്രിയിലുള്ളവർക്കും അറിയത്തില്ലേ? അതൊക്കെ പിന്നെ തലവേദനയാവില്ലേ? ഇല്ല, അമ്മായി ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഈ കാര്യം ആരോടും പറയില്ല എന്ന്. നാളെ പറഞ്ഞ കാശ് നിൻ്റെ അമ്മായി തരൂല്ലോ അല്ലേ? അമ്മായിയുടെ അക്കൗണ്ടിൽ കോടികളുള്ള കോടികൾ. 50 ലക്ഷം അമ്മായിക്ക് പുല്ല്. എന്നാൽ പിന്നെ 1 കോടി ചോദിച്ചുകൂടായിരുന്നോ? ഒരു പൈസ പോലും കരൾ ദാനം ചെയ്ത പെൺകുട്ടിക്ക് വേണ്ട എന്നാണ് അമ്മായിയുടെ വിചാരം. നേരത്തെ എൻ്റെ ഏട്ടൻ 50 ലക്ഷത്തിൻ്റെ ചെക്കുമായിട്ട് അവളുടെ അടുത്ത് പോയതാ. അവൾ ആ ചെക്ക് മേടിച്ചെങ്കിലും ഇതുവരെ ബാങ്കിൽ കൊടുത്തിട്ടില്ല. അത് നീ അമ്മായി വരുമ്പോൾ കീറിക്കളഞ്ഞു എന്ന് പറയണം കേട്ടോ. എന്തായാലും നാളത്തെ ദിവസം ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നാ പെണ്ണിങ്ങനെ പറയുക. അപ്പോൾ അഭി പറഞ്ഞു, അമ്മായി നാളെ ഇവിടെ വരുമ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യുക. പിന്നെ ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ പോയിട്ട് വരാം. മോളെ, അവനെ കണ്ണുടച്ച് വിശ്വസിച്ചേക്കല്ലേ. പൈസ കിട്ടിക്കഴിയുമ്പോൾ ഒന്നും അറിയാതെ മുങ്ങും. അതാ ഇവൻ. അപ്പോഴേക്കും ആ പെണ്ണ് പറഞ്ഞു, അമ്മേ, ചെക്ക് നമ്മുടെ കയ്യിലാണ് കിട്ടുന്നത്, ഞാനാണ് മാറുന്നത്. എനിക്ക് വേണേ മുങ്ങാം, പക്ഷെ അവന് മുങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പെണ്ണങ്ങ് പോവാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും അഭിയുടെ കൂട്ടുകാരും കൂടി കുടിച്ചുകൊണ്ട് കാറിൽ ഇങ്ങനെ ഇരുന്ന് കുടിക്കുക കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ലക്ഷങ്ങൾ വരാൻ പോകുന്നത് എന്ന് അഭി പറഞ്ഞപ്പം, എടാ നീ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണർ അല്ലേ, നിനക്കെന്താ പൈസ കിട്ടാത്തേ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, നിനക്കെന്താ ഒന്നും അറിയാൻ പാടില്ലാത്തത്? പൈസ വേണമെങ്കിൽ അവൻ കനിയണ്ടേ? എൻ്റെ ഏട്ടൻ പൊന്നിൻ്റെ വിലയാണ് അവൻ്റെ ഒപ്പിന്. പിന്നെ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ഇപ്പോഴും കളവൻ. അപ്പം അതിനെ മുകളിലോട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല അല്ലേ എന്ന് കൂട്ടുകാരൻ ചോദിക്കുക. ഇല്ലെന്നേ, ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല. ഇപ്പം എല്ലാം ആദർശിൻ്റെ കൺട്രോളിലാണ്. അതാ അവൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഹോട്ടലിങ് എടുക്കണം, അതെല്ലാം നമുക്ക് സുഖമായിട്ട് നടത്തണം എന്നൊക്കെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുകയാണ്.
അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ലാഭമായാലും നഷ്ടമായാലും ഡെയിലി എനിക്കൊരു എമൗണ്ട് തരണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പങ്കിട്ടെടുത്തോ, അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അഭി ഇതുവരെ വന്നില്ല. അഭി അവിടെ കൂട്ടുകാരോടൊത്ത് കുടിയാണല്ലോ. അഭി താമസിച്ചാണ് വന്നത്. നവ്യ ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ബെല്ലടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാതിരാത്രി കയറി വരും. മനുഷ്യനെ സ്വസ്ഥത കളയാനായിട്ട്. മനുഷ്യന് ഉറക്കവും ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയെ പ്രായിക്കൊണ്ട് നവ്യ പോയിട്ട് കതക് തുറക്കുക. ഈ സമയത്ത് വരുവാണ്, പുറത്ത് കിടന്നോളാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഹോ, അനന്തപുരിയിലെ പയ്യൻ പുറത്ത് കിടക്കണം, അർഹതയില്ലാത്ത നീ പട്ടുമത്തേലല്ലേ. ദേ, നീ കുടിച്ചിട്ടുണ്ടോടാ? സന്തോഷം കൂടുതലുള്ളപ്പോൾ ഞാൻ കമ്പനി കൂടാറുണ്ട്. ഈ വീട്ടിലുള്ളവരെ വിളിച്ചുണർത്തി ഞാൻ നിന്നെ ഈ കോലത്തിൽ കാണിക്കട്ടെ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ചെറുതായിട്ട് മദ്യപിക്കുമെന്നും അറിയാം. നീ ചെറുതായിട്ടല്ല, നീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് എന്ന് നവ്യ പറഞ്ഞപ്പോൾ, നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ഇറങ്ങിപ്പോ, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുക. ഓഹോ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണെന്നോ? അപ്പോഴേക്കും നവ്യ ചോദിച്ചു, ഈ വീട്ടിലെ മരുമോള് എന്ന നിലയിൽ എനിക്കും നിനക്കും തുല്യ അവകാശമാണ്. ഓഹോ, അവകാശമൊക്കെ ആയോ? ഇപ്പം നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ നിന്നോട് പറയേണ്ടത് പറഞ്ഞോളാം. ദേ, ഈ വീട്ടിൽ വെച്ച് നീ ഒരു സീൻ ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ ആവർത്തിക്കരുത്. അതെ, നാളെ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് നിനക്ക് ഞാനൊരു സ്വർണ്ണമോതിരം സമ്മാനിക്കട്ടെ. എനിക്ക് നിന്റെ സ്വർണവും വേണ്ട, പണവും വേണ്ട. നീ ഒരു മനുഷ്യനായാൽ മതി. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ, നീ ഒരു അച്ഛനാ. അതിൻ്റെ പക്വത നീ കാണിക്കണം. ഈ ചെറുപ്രായത്തിലെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടമായ എൻ്റെ നവ്യമോളെ എന്ന് അഭി പറയുക കേട്ടോ. നിനക്ക് 10-28 വയസ്സായില്ലേ? അയ്യോ, അതൊക്കെ ഒരു വയസ്സാണോ? ഇന്നത്തെ കാലത്ത് ഒരു 10-40 വയസ്സ് കഴിഞ്ഞാലേ കല്യാണം കഴിക്കാവുള്ളൂ. അതുവരെ പെൺകുട്ടികളെ വഞ്ചിച്ചിങ്ങനെ നടക്കാല്ലേ? അങ്ങനെയല്ലേ നിൻ്റെ ഉദ്ദേശം? അതെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മദ്യം നമ്മളെ പെട്ടെന്ന് ഉറക്കിക്കളയും. വിവാഹത്തിന് ശേഷം എനിക്ക് ഉറക്കം വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. നവ്യ ആകെ സങ്കടത്തിൽ തൻ്റെ ജീവിതം ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസം രാവിലെ പുറത്തു പോകാനായിട്ട് ദേവയാനി ബാഗൊക്കെ എടുത്ത് ഇറങ്ങി വരിക. അപ്പോഴേക്കും ജാനകി പുറത്തിരുന്ന് പത്രം വായിക്കുക. ഞാൻ പുറത്ത് പോയിട്ട് വരാട്ടോ. അമ്പലത്തിൽ പോവാണ് ഏട്ടത്തി. അമ്പലത്തിലൊന്ന് കയറണം, ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. നീ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജോലിക്ക് ആൾ വേണ്ടേ? എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ അടുക്കളപ്പണി ചെയ്യുന്നത്. ഇന്നൊരു ദിവസം നിങ്ങൾ ചെയ്യട്ടോ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാനിങ്ങ് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവാം. അപ്പോഴേക്കും ജലജ വന്നു കേട്ടോ. രാവിലെ എവിടെയോ ചുറ്റാൻ പോയി എന്നെ അടുക്കളപ്പണി ഏൽപ്പിച്ചിട്ട് എന്ന് ജാനകി ഇങ്ങനെ പറയുകയാണ് ജലജയോട്. നീയും കൂടെ എന്നെ സഹായിക്കണം കേട്ടോ. അല്ല, എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞോ? ഇപ്പം പറയൊന്നും ഇല്ലല്ലോ. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് ജാനകി ഇങ്ങനെ പറയുകയാണ്. ഇതേസമയം ജലജയ്ക്ക് മനസ്സിലായി ഇതെങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ അഭി വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദേവയാനി അങ്ങോട്ടേക്ക് വരിക. അല്ല, നീ ആ പെൺകുട്ടിയോട് വിളിച്ച് പറഞ്ഞോ നമ്മളിന്ന് ചെല്ലുന്ന? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അവർ വരണ്ടാന്നേ പറയുള്ളൂ. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കയറി ചെല്ലാം. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? കുറച്ചുണ്ട്. പാവപ്പെട്ട ആൾക്കാരാണ്. ഇന്ന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റുമോ? ഇല്ല, അതിന് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ ആദർശം ചേട്ടനും ഒക്കെ പറഞ്ഞത്. അവർ വെറുതെ പറഞ്ഞതാ. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അമ്മായിയെ കാണിക്കില്ലായിരുന്നോ? അമ്മായി ഇത് കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാ. അവൾ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാ. അതുകൊണ്ടാണ് ആ അമ്മായിയെ അവൾ സഹായിച്ചത്. അതിന് സത്യം പറഞ്ഞാൽ 50 ലക്ഷം കൊടുത്താൽ പോരാ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാം. പിന്നെ അവളുടെ കല്യാണം ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുക്കാം. എന്നാൽ അവളുടെ കല്യാണമാണെന്നും പറഞ്ഞ് പിന്നെ ഇരട്ടി തട്ടണം എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ 50 ലക്ഷം അവൾ വാങ്ങിക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കൂടെ കല്യാണത്തിന് സഹായിക്കാമെന്ന് പറയുമ്പം അവൾ ഏത് രീതിയിൽ എടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നീ പറഞ്ഞ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പം എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും അഭിയും കൂടിയിട്ട് അവിടെ നിന്നും പോവാം. ഏതായാലും ദേവയാനി പുറത്തു പോയതറിഞ്ഞ് ജയനും അജയനും അതുപോലെ നയനയൊക്കെ ആകെ പേടിക്കുകയാണ്. അമ്മ ഇതെങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞോ എന്ന് നയന ചോദിച്ചപ്പോഴേക്കും ഇല്ല, പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയെ തിരക്കിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഏട്ടത്തി നമ്മളോടൊക്കെ അന്വേഷിക്കുമെന്നാണ് വിചാരിച്ചത്. അതല്ല, ഏട്ടത്തി അങ്ങനെയൊന്നും അല്ല അന്വേഷണം നടത്തുന്നത്. അല്ല, ആരോ ഇതിനിടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടല്ലോ മോളെ എന്ന്
നമ്മുടെ ജയൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നയനിക്കും തോന്നി ആ പറഞ്ഞത് ശരിയാണ് എന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ നവ്യ നയന തൻ്റെ അമ്മയ്ക്ക് പിന്നാലെ പോകും. എന്നിട്ട് ഈ കള്ളങ്ങളെല്ലാം കണ്ടുപിടിച്ച് സത്യം വെളിപ്പെടുത്തുകയും ചെയ്യും. സി യു അഗെയിൻ. താങ്ക് യു.